ഹലോ, നമുക്കൊരു മീൻ വാങ്ങിയിട്ട് വന്നാലോ? ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിലെ ഡ്രൈ ഫിഷിൻ്റെ സെക്ഷനാണിത്. ഏതൊക്കെയോ കണ്ടും കേട്ടും പരിചയമില്ലാത്ത മീനുകൾ. ഇവിടെ ആകെക്കൂടി വെയിൽ കിട്ടുന്ന സമ്മറിലാണ്. ആ സമയത്ത് ഈ മീനൊക്കെ ഉണക്കിയെടുത്ത് റെഡിയാക്കി വെക്കും. ഇതിൽ ഉപ്പുള്ളതും ഉപ്പില്ലാത്തതും സെപ്പറേറ്റ് ഉണ്ട്. ഇത് ഫിഷ് പൗഡർ, വേറെ സ്നാക്സ്, ഫിഷ് സോസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് സൂപ്പുകൾ, സ്റ്റ്യൂ ഇങ്ങനത്തെ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫിഷിൻ്റെ തല മാത്രം വേണ്ടവർക്ക് അങ്ങനെയും കിട്ടും. ഇവിടെ അന്നന്ന് പിടിച്ച മീനുകളാണ്. ഇവിടെ കടൽ വളരെ ദൂരമായതിനാൽ ലേക്കും റിവറിലും ഒക്കെയുള്ള ശുദ്ധജല മത്സ്യങ്ങളാണ് കൂടുതലും. അവയെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ ഓരോന്നിൻ്റെയും വിലയും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പാക്കറ്റ് മീൻ കിട്ടും, ഫ്രോസൺ മീൻ. അതിലിപ്പോൾ എത്രത്തോളം കെമിക്കൽ ഉണ്ട്, എത്ര പഴയതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതുപോലുള്ള മാർക്കറ്റിലെ മീൻ. ഇതിലും ഫ്രഷായ മീൻ വേണമെങ്കിൽ ഇതേ ഇങ്ങോട്ട് നോക്കിയേ, കണ്ട നല്ല പെടക്കണ മീൻ. ഇവിടെ അക്വേറിയം ടാങ്കുകളിൽ ഇങ്ങനെ ലൈവായിട്ട് മീൻ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർ ഈ ലൈവ് ഫിഷിനെയാണ് വാങ്ങുന്നത്. ഈ ടാങ്കിൽ നിന്ന് നമുക്കിഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്താൽ അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് ഇതിൻ്റെ വില ഇടുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കട്ട് ചെയ്തും തരും. അങ്ങനെ കുറേ നേരം തിരഞ്ഞ് ഞങ്ങളൊരു കട്ട്ള മീനിനെ വാങ്ങി. കണ്ടോ, ഇതാണ് നമ്മുടെ മീൻ. ഈ അപ്പൂപ്പൻ അതിനെ നല്ല തൊലിയും ചെതുമ്പലൊക്കെ കളഞ്ഞ് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ നല്ല പീസാക്കി കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തരും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കടൽ മത്സ്യത്തിൻ്റെ രുചിയും മണമൊന്നും ഈ ഒരു ശുദ്ധജല മത്സ്യങ്ങൾക്ക് കിട്ടൂല. പിന്നെ മീൻ തിന്നാനുള്ള പൂതി മാറാൻ ഇത് മാത്രമാണ് ഒരു ആശ്രയം.